അത് അറിവും പ്രവർത്തനവും രണ്ടാണല്ലോ. ഇൽമും അത് പ്രകാരമുള്ള അമൽ, അതായത് പ്രവർത്തിക്കുക, അത് രണ്ടും രണ്ടാണ്. അറിവുണ്ടായ എല്ലാവർക്കും സന്മാർഗം ലഭിക്കണമെന്നില്ല. പിന്നെ ജലീൽ പറഞ്ഞ മാതിരി അത്രമാത്രമൊന്നുമില്ല. അറിവുണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തൗഫീഖും കൂടിയും വേണം. അതാണ് പറഞ്ഞത്. അറിവുള്ളവരൊക്കെ ഇബ്ലീസിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. ഇബ്ലീസിനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ടോ? വലിയ പണ്ഡിതനായിരുന്നു, പക്ഷേ അയാൾ വഴിതെറ്റിപ്പോയില്ലേ. അപ്പോൾ അറിവുള്ള പലരും അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. അറിവുള്ളവർ ആരും പഴച്ചു പോകില്ല എന്ന് പറയാൻ പറ്റൂല. എന്താ നിങ്ങൾ പിന്നെ അത് സാഹചര്യം. നമ്മൾ സാഹചര്യം ശുദ്ധീകരിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണം. സാഹചര്യം വളരെ മോശമായിട്ടുണ്ട്. മദ്രസ കേന്ദ്രീകരിച്ച് മാത്രം പോരാ. എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ബോധവൽക്കരണം നടത്താൻ നമ്മൾക്ക് സാധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വെറുതെ ഇരുന്നാൽ പറ്റൂല. നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനേക്കാൾ മോശമായ കാലം വരൂല എന്നൊന്നും പറയണില്ല. എങ്കിലും ഇപ്പോൾ ബോധവൽക്കരണം വളരെ ആവശ്യമായിട്ടുള്ളൊരു കാലമാണ്. ഓ, അവർക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ട്. എന്നൊന്നുമില്ല. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് നല്ല മുൻഗണന ഉണ്ടാവും. അല്ലാത്ത തത്തുല്യമായ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് ജോലിക്ക് നിൽക്കാൻ സാധിക്കും. ചോദിച്ചോളി. നിങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ പിന്നെ നല്ല അതൊന്നും ഒരു വിഷയമല്ല. അതൊന്നും ഇപ്പം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമല്ല. അത് ചോദിക്കപ്പെട്ട ആളേക്കാൾ കൂടുതൽ ചോദിച്ച ആൾക്ക് വിവരമുണ്ട്. അങ്ങനത്തെ വിഷയമാണത്. അങ്ങനെ ഒരു മറുപടി ഉണ്ടല്ലോ. എന്താ ഫാദില കോഴ്സ് എന്നോ തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് വേറൊന്നായിരിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയായി എന്ന് മാത്രം. വേറെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഫാദില കോഴ്സ് എന്നോ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവരോട് ചോദിച്ചാൽ മതി എന്താ അതിൻ്റെ വിശദീകരണം. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത് സ്വത്തവകാശത്തിൽ പകുതി ഉണ്ടല്ലോ, പുരുഷൻ്റെ പകുതി ഉണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം അവരെ ഇസ്ലാം ആദരിച്ചു. അവർക്കൊരു ചിലവുമില്ല. അവരുടെ ആജീവനാന്ത ചിലവ്, ഒരു വിവാഹത്തോടുകൂടെ ആജീവനാന്ത ചിലവ് ഏറ്റെടുക്കുന്നത് പുരുഷനാണ്. എന്നിട്ടും സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എത്രമാത്രം അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. എന്ത് എന്തോന്നുകൂടി ക്ലിയർ ചെയ്യും. അവർക്ക് യുദ്ധകാല ചെലവ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ പിന്നെ അവർ വിവാഹിതരാവണ്ടെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അവരിപ്പോൾ വിവാഹമോചിത ആയിട്ടുണ്ടെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീ വീണ്ടും വിവാഹിതയാകുകയാണല്ലോ.
അപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ജനറലായിട്ടൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ജനറലായിട്ടൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിൽ നിന്ന് ഒഴിവുണ്ടാവും. അതാരും പരിഗണിക്കലില്ല. എന്ത് വിഷയം തീർന്നു? അങ്ങനൊരു വിഷയമല്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നമ്മളെ അതേപോലെ ഇവരെ ഇരിക്കാൻ ഇങ്ങനെ ഒന്നുകൂടെ ഇരിക്കും. രസമാണല്ലോ. നമ്മൾ ക്ലോസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതൊന്നും ഇപ്പോഴത്തെ നമ്മളെ വിഷയമല്ല. ശരി, ഓക്കെ. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠത ഒരാൾ അവൻ്റെ സ്വത്തിൻ്റെ സക്കാത്ത് അവൻ തന്നെ കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിൻ്റെ വിശദീകരണത്തോടു കൂടെ പറയണം.